തർക്കം കൊണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയാത്ത സീറ്റുകൾ ഇനിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിലുണ്ട്. അതിലൊന്നാണ് പെരുമ്പാവൂരിലെ സീറ്റ്. അവിടെ എൽദോസ് കുന്നപ്പള്ളിൽ താൻ മത്സരത്തിന് സജ്ജനായി നിൽക്കുന്നു, പക്ഷേ തന്നെ ഒഴിവാക്കിയേക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. എൽദോസ് കുന്നപ്പള്ളിൽ അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് സീറ്റില്ലെങ്കിൽ സ്വതന്ത്രനായി പെരുമ്പാവൂരിൽ മത്സരിക്കും എന്നാണ് എൽദോസ് കുന്നപ്പള്ളിൽ പറയുന്നത്. സീറ്റ് തനിക്ക് നിഷേധിക്കുന്നത് നീതികേടാണ്. പി കെ ശശിക്കൊപ്പം സീറ്റുണ്ട്. പെരുമ്പാവൂരിലെ വീട്ടിലെത്തിയ അടുത്ത വൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ തീരുമാനം വരുന്നത്. ഏതായാലും എൽദോസ് കുന്നപ്പള്ളിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ, അത് UDF വിമതനായി, കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എൽദോസ് കുന്നപ്പള്ളിയിൽ എത്തുകയാണ്. സീറ്റില്ല എന്ന ഏകദേശം ഉറപ്പായ സാഹചര്യത്തിലാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ എൽദോസ് കുന്നപ്പള്ളി തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം മുമ്പാണ് ഡൽഹിയിൽ നിന്നും എൽദോസ് കുന്നപ്പള്ളി കൊച്ചിയിലേക്ക്, അതായത് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഈ വിമാനത്താവളത്തിൽ നിന്ന് പ്രതികരിച്ചപ്പോൾ തനിക്ക് പ്രതീക്ഷയുണ്ട്, ആത്മവിശ്വാസമുണ്ട്, നേതൃത്വം തന്നെ കൈവിടില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമായിരുന്നു നൽകിയിരുന്നത്. പക്ഷെ അതിനുശേഷം വീട്ടിലെത്തി അല്പസമയം മുൻപ് അനുയായികളുമായി, അടുത്ത വൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളോട് അനൗദ്യോഗികമായി പറഞ്ഞതും ഇതുതന്നെയാണ്. താൻ സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ളതാണ്. സീറ്റില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് തനിക്ക് സീറ്റ് തന്നില്ല എങ്കിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കും, പെരുമ്പാവൂരിൽ സ്വതന്ത്രനായി മത്സരിക്കും. കഴിഞ്ഞ ദിവസം തന്നെ വലിയ ആത്മവിശ്വാസം, പ്രത്യേകിച്ച് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നടക്കമുള്ള വലിയ ആത്മവിശ്വാസം എൽദോസ് കുന്നപ്പള്ളി നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ആത്മവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് സീറ്റ് ഉണ്ടാവില്ല എന്ന ഏകദേശം ഉറപ്പായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്